Hi, welcome to my channel Mathematics Made Easy by Mary MJ. Here I am discussing SCRT Class 9 Chapter 4 New Numbers. ആദ്യത്തെ രണ്ട് വീഡിയോസിൽ എഡീഷൻ ഓഫ് ന്യൂ നമ്പേഴ്സ് പറഞ്ഞു. Then how to find out how to add two new numbers, how to subtract, പിന്നെ എങ്ങനെയാണ് ട്രയാങ്കിൾസിന്റെ സൈഡ്സ് കണ്ടുപിടിക്കുന്നത്, ഇതെല്ലാമായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്. Now here we'll be discussing multiplication of new numbers. Multiplication. New numbers use ചെയ്തിട്ട് എങ്ങനെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം? That is, let root x be a new number or irrational number. Then we have to multiply it by root y. രണ്ട് ന്യൂ നമ്പേഴ്സ് കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ആദ്യം റൂട്ട് ഇടുക, എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ എക്സ് ഇൻറ്റു വൈ. സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് ഇൻറ്റു റൂട്ട് വൈ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് ഇൻറ്റു വൈ. അങ്ങനെയാണ് മൾട്ടിപ്ലിക്കേഷൻ. സോ ദാറ്റ് മീൻസ് ദാറ്റ് വാട്ട് ഈസ് റൂട്ട് ടു ഇൻറ്റു റൂട്ട് ത്രീ? എന്താ റൂട്ട് ടു ഇൻറ്റു റൂട്ട് ത്രീ എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് ടു ഇൻറ്റു ത്രീ, ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് സിക്സ്. സോ അങ്ങനെയാണ് നമ്മൾ ഇറാഷണൽ നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. So what will be root 2 into root 2? Root 2 into root 2 will be root of 2 into 2, that is equal to root of 4. Root of 4 എന്ന് വെച്ചാൽ എത്രയാ? It is 2. So root 2 square is equal to 2. Root 2 into root 2 എന്ന് പറയുന്നതാണ് root 2 square. Root 2 square 2 ആണ്. What about root 3 square? It is 3. Then root 5 square. It is 5. അപ്പോൾ സെയിം നമ്പർ റൂട്ട് ടുവിന്റെ സ്ക്വയർ ആണെങ്കിൽ 2 ആണ്. ഓർ റൂട്ട് 2 ഇൻറ്റു റൂട്ട് 2 ഇസ് 2. റൂട്ട് 3 ഇൻറ്റു റൂട്ട് 3 ഇസ് 3. റൂട്ട് 5 ഇൻറ്റു റൂട്ട് 5 ഇസ് 5. എനി നമ്പർ ഒരേ ഇറാഷണൽ നമ്പേഴ്സ് വരികയാണെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ സ്ക്വയർ റൂട്ട് കളഞ്ഞിട്ട് ആൻസർ എഴുതാം. അങ്ങനെയാണ് മൾട്ടിപ്ലിക്കേഷൻ. സോ വിൽ മൂവ് ഓൺ ടു ദി ആക്ടിവിറ്റി ക്വസ്റ്റ്യൻസ് ദർ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, of four equilateral triangles. ഇവിടെ 4 equilateral, സെയിം 4 equilateral triangles ആ തന്നിരിക്കുന്നത്. 4 equal equilateral triangles. Equal. 2 are cut vertically into halves. HALVS. It is cut vertically into halves and 2 whole are put together. രണ്ടെണ്ണം ഒന്നിച്ചാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ആൻഡ് ഈ രണ്ട് ഇക്വലാറ്ററൽ ട്രയാങ്കിളിനെ ചെറിയ ചെറിയ, അതായത് രണ്ടാക്കി ഡിവൈഡ്, ഓരോ ഇക്വലാറ്ററൽ ട്രയാങ്കിളും രണ്ടാക്കി ഡിവൈഡ് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ തിരിച്ചു വെച്ചിരിക്കുക. ആൻഡ് ഇറ്റ് ഫോംസ് എ റെക്ടാങ്കിൾ. ഓൾസോ ഗിവൺ ദാറ്റ് ഇഫ് ദ സൈഡ് ഓഫ് ദി ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ഇസ് 1 മീറ്റർ. ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ ഫുൾ സൈഡ്, ഒരു സൈഡാണ് 1 മീറ്റർ. ഇപ്പൊ ഈ സൈഡ് 1 മീറ്റർ ആണ്. Then this side is also, എല്ലാ സൈഡ്സും 1 മീറ്റർ. ദാറ്റ് മീൻസ് ഹാഫ് ഓഫ് ദാറ്റ്, ഇത് ഇക്വലാറ്ററൽ ട്രയാങ്കിളിനെ മൂന്നാമത്തെ വേർട്ടെക്സിന് പെർപെൻഡിക്കുലർ താഴേക്ക് വരച്ചു കഴിഞ്ഞാൽ ദിസ് വിൽ ബി ഹാഫ് ഓഫ് ദാറ്റ്. അപ്പൊ 1 മീറ്ററിന്റെ പകുതി ഹാഫ് മീറ്റർ. Then how much will be this height? This if it is A, B and C, ഈ പോയിന്റ് D. അങ്ങനെയാണെങ്കിൽ how much will be AC? Length of AC എങ്ങനെ കണ്ടുപിടിക്കും? AC കാണണമെങ്കിൽ ഒന്നെങ്കിൽ നമുക്ക് പൈത്തഗോറസ് തിയറം യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ദിസ് ഇസ് ആൻ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ, സോ ദിസ് ആംഗിൾ വിൽ ബി 60 ഡിഗ്രി. അല്ലെ, ദിസ് ആംഗിൾ ഇസ് 60 ഡിഗ്രി. സോ ദിസ് വിൽ ബി ഡെഫിനറ്റ്ലി 30 ഡിഗ്രി. ദിസ് ഇസ് ഗിവൺ ആസ് 1 മീറ്റർ ആൻഡ് ദിസ് സൈഡ് ഇസ് ഹാഫ് മീറ്റർ. ഹൗ ക്യാൻ യു ഫൈൻഡ് ഔട്ട് ദ ലെങ്ത് ഓഫ് AC? സോ കൺസിഡറിംഗ് ട്രയാങ്കിൾ ACB, triangle ACB, it is a 30, 60, 90 triangle. What about the ratio? Ratio of the sides എന്താണ്? 30, 60, 90 triangle ratio of the sides, it is 1:√3:2. And we can see that the hypotenuse is 1 meter. ഇവിടെ ഹൈപ്പോട്ടന്യൂസ് നമ്മുടെ ഈ 1:√3:2 ഇവിടെ 1, ഇവിടെ 2 ആണ്. ആ 2നെ നമ്മൾ മാറ്റി 1 ആക്കണം. അപ്പൊ അതെങ്ങനെയാക്കുന്നത്? 2നെ മാറ്റി 1 ആക്കണമെങ്കിൽ വി ഹാവ് ടു ഡിവൈഡ് ബൈ 2.
കംപ്ലീറ്റ് റേഷ്യോനെ വി കനോട്ട് ഡു ഇറ്റ് ഫോർ വൺ. ഒരെണ്ണത്തിന് മാത്രമായിട്ട് ഒരു റേഷ്യോനെ മാത്രമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇഫ് യു ആർ ഡിവൈഡിങ് യു ഹാവ് ടു ഡിവൈഡ് ദ ഹോൾ റേഷ്യോ ബൈ 2. സോ ഇറ്റ് ബിക്കംസ് ഫസ്റ്റിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇറ്റ് ഇസ് 1/2. ദെൻ സെക്കൻഡിനെയും ഡിവൈഡ് ചെയ്യുമ്പോൾ √3/2 ആൻഡ് ദ തേർഡ് പാർട്ട് ഇറ്റ് ഇസ് 2/2, ദറ്റ് ഇസ് 1. സോ 30ക്ക് ഓപ്പോസിറ്റ് ആണ് ബേസ്. So that already we know it is 1/2. So here also 1/2. Then height is √3/2. So ഇതാണ് അതിന്റെ height AC. So this is also √3/2. So all the sides we got it. ഇനി നമ്മൾ ഈ റെക്ടാങ്കിളിന്റെ പെരിമീറ്ററും ഏരിയയാണ് കാണേണ്ടത്. So we know that ഈ AC ഈ ട്രയാങ്കിളിന്റെ ഹൈറ്റ് അതാണ് ഈ ലെങ്ത്. So that is √3/2. So this side also √3/2. Then this width, this is ഒരു ട്രയാങ്കിളിന്റെ കണ്ടോ ഈ ഭാഗം ACBനെ തിരിച്ചു വെച്ചിരിക്കുകയാണ് ഇവിടെ. This is ACB. ഈ ഒരു പാർട്ടിനെ ഇവിടെ ഇങ്ങനെ തിരിച്ചു വെച്ചിരിക്കുക. And this is the height, that is √3/2. This is 1 and this is half. So this also will be half, and already this is the side of the equilateral triangle, that will be 1 meter. ഇനി നമുക്ക് എന്ത് കാണാം? We can find out what is the perimeter and area. ഇനി ഈ റെക്ടാങ്കിളിന്റെ പെരിമീറ്ററും ഏരിയയും കാണണം. First we'll move on to area of the rectangle. Area of the rectangle is equal to length into breadth. അവിടെ ലെങ്ത് എന്ന് പറയുന്നത് ഈ ഫുൾ ലെങ്ത്, ഇതാണ് റെക്ടാങ്കിളിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് √3/2 പ്ലസ് √3/2 is the length and breadth is 1. So what is √3/2 into √3/2 plus √3/2? രണ്ട് പ്രാവശ്യം √3/2, 2 times √3/2, that is 2 into √3/2 is the length into 1. So this 2 cancelling, we are getting it as √3 and the unit given is meter. Area ayadondu meter square. Next is to find out the perimeter. Perimeter is 2 into length plus breadth. That is 2 into length നമുക്ക് already അറിയാം. ഇവിടെ √3/2, ഇവിടെയും √3/2, that is 2 times √3/2. Length is 2 times √3/2, that is √3. √2 cancel ചെയ്ത് കഴിഞ്ഞാൽ √3. So instead of length it is √3 and instead of breadth it is 1. So what is the answer? 2 into √3ക്ക് പകരം 1.73. അവിടെ ഡെസിമൽ ഫോമിലൊന്നും എഴുതാൻ പറഞ്ഞിട്ടില്ല, എന്നാലും how to convert I'll show you. 1.73 plus 1. That is equal to 2 into 2.73, multiplying this 5.46 meters. Perimeter എഴുതുമ്പോൾ മീറ്ററിലും ഏരിയ എഴുതുമ്പോൾ മീറ്റർ സ്ക്വയറിലും ആണ് എഴുതേണ്ടത്. Now next question, ആക്ടിവിറ്റിയിലത്തെ next second question. A square and an equilateral triangle of sides twice as long are cut and the pieces are rearranged to form a trapezium. So ഒരു സ്ക്വയറും and an equilateral triangle of sides twice as long are cut and the pieces are rearranged to form a trapezium. Then if the side of the square is 2, ഈ side of the square 2 centimeters, ഇവിടെയും 2 centimeters. Then അപ്പൊ ഈ സൈഡ് 2 ആണ്, ഈ സൈഡ് 2 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഡയഗണൽ എത്രയായിരിക്കും വരിക? റേഷ്യോ ഓഫ് ദ സൈഡ്സ് നമുക്കറിയാം, ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ് ഇവിടെ. റൈറ്റ് ട്രയാങ്കിളിന്റെ റേഷ്യോ ഓഫ് ദ സൈഡ്സ് ഇറ്റ് ഈസ് 1:1:√2, and if the side is 2 we can write it as 2:2:2√2. And
അതേപോലെ തന്നെ സോ ഇവിടുത്തെ ഡയഗണൽ കിട്ടുന്നത് 2√2. So we can write here ഈ സൈഡ് സ്ക്വയറിന്റെ ഒരു ബേസ് ആണ്. സോ ദിസ് ഇസ് 2, ദിസ് സൈഡ് ഓൾസോ 2 ആൻഡ് ഈ സൈഡ് ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് 2√2. ദിസ് സൈഡ് ഓൾസോ 2√2. പിന്നെ ഈ സൈഡ് സ്ക്വയറിന്റെ ഒരു സൈഡാണിത്. ദിസ് ഓൾസോ വിൽ ബി 2, ഹിയർ ഓൾസോ ഇറ്റ് വിൽ ബി 2. സോ ബേസ് ഓഫ് ദ ട്രയാങ്കിളിന്റെ ഉണ്ടോ ഈ സൈഡ്, ദിസ് സൈഡ് ഇസ് 2 മീൻസ് ദിസ് സൈഡ് വിൽ ബി 2. So this side also will be 2. അപ്പോൾ equilateral side എന്താണ്? It is 4. Equilateral triangle ഓരോ സൈഡും 4 ആയിരിക്കും. So this side. So now we need to find out what is the height of that equilateral triangle. Equilateral triangle height എങ്ങനെയാ കാണുന്നത്? This angle will be 60 because it is an equilateral triangle. And ഈ angle 30 degree. This is 90. So in this triangle, ഈ blue triangle, ratio എന്ന് പറയുന്നത് 1:√3:2 ആണ്. And the hypotenuse here is 4. So you can multiply this. ഇവിടെ hypotenuse 4 ആക്കണമെങ്കിൽ multiply by 2. And we are getting it as 2:2√3:4. That means hypotenuse is 4. Then opposite to 30 degrees is the base. അല്ലേ? അത് 2 ആണ്. And the height is 2√3. ഈ ട്രയാങ്കിളിനെ ആണ് നമ്മൾ ഇവിടെ ഇങ്ങനെ ചെരിച്ച് വെച്ചിരിക്കുന്നത്. അപ്പൊ അതില് ഏതൊക്കെ സൈഡ്സ് ആ ഹൈറ്റ് ഇവിടെ ഉണ്ട്, ആ 2√3 ആണ് ഇവിടെ വരുന്നത്. അപ്പൊ അതേ 2√3 ഇവിടെയും വരും. സോ എല്ലാ സൈഡും നമുക്ക് കിട്ടി. Now we have to find out what is the perimeter and area of this trapezium. So how to find out the perimeter and area? First we'll move on to area. Area of a trapezium is half h into a plus b. That is half into height is 2. Then height is 2. A plus b is a is 2√3 plus b is base. Base എത്രയാ? 2 plus 2 plus 2√3. 2 plus 2 plus 2√3. ഇതാണ് ബേസ്. ആദ്യത്തെ ഹൈറ്റും ആദ്യത്തെ ഈ ഓപ്പോസിറ്റ് സൈഡത്തെ ഈ രണ്ട് പാരലൽ സൈഡ്സിനെയാണ് എയും ബി എന്നും പറയുന്നത്. അതിൽ എച്ച് എന്ന് പറയുന്നത് ഹൈറ്റ് ഓഫ് ദ ട്രപ്പീസിയം, എ എന്ന് പറയുന്നത് ഒരു പാരലൽ സൈഡ്, ബി എന്ന് പറയുന്നത് രണ്ടാമത്തെ പാരലൽ സൈഡ്. നൗ സിംപ്ലിഫൈയിങ് ദിസ്, 2 can be cancelled. Remaining 2√3 plus 2√3 is 4√3 plus 2 plus 2 is 4. So that is equal to 4 into 1.73 plus 4. So multiplying this, 4 3s are 12, 28, 29, 6.92 plus 4, that is equal to 10.92, and the unit is centimeter square. Now we have to find out what is the perimeter. Perimeter means all the sides together. എല്ലാ സൈഡും കൂടെ ആഡ് ചെയ്യുന്നതാണ് പെരിമീറ്റർ. ദാറ്റ് മീൻസ് ഈ 2√2, ഇവിടെ ഒരു 2√2 ഉണ്ട്, പിന്നെ ഈ സൈഡും ഈ സൈഡും, അതായത് ബേസും അല്ലെങ്കിൽ ലെങ്ത് ഓഫ് ദ പാരലൽ സൈഡ്സും രണ്ട് ഇവിടെയുള്ള ആ ട്രയാങ്കിളിന്റെ സൈഡ്സും കൂടെ ആഡ് ചെയ്യുന്നതാണ് പെരിമീറ്റർ. സോ വിൽ ആഡ് ഓൾ ദോസ് സൈഡ്സ്. So those sides it is 2√3 plus, പിന്നെ ഓരോ സൈഡ്സ് എന്തൊക്കെയാ? 2√3 plus 2 plus 2. 2 plus 2 എന്ന് പറയുന്നത് 4ഉം, പിന്നെ 2√2 plus 2√2 and last 2√2 plus 2√2 and finally 2√3. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 2√3 plus 2√3 is 4√3 plus 4 plus 4√2. ഇവിടെ √3ക്കും √2നും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് can write the final answer. That much centimeter is the perimeter of this isosceles triangle. Now we'll move on to the next question there. Next question is calculate the perimeter and area
Calculate the perimeter and area. Calculate the perimeter and area of the triangle in the picture. A triangle is given here. ഇവിടെ തന്നിരിക്കുന്നത് this angle is 60 degree and this angle is 75 degree. Then ഈ base, let this be A, B and C. AB യുടെ length 4 cm. ഇത്രയും values ആണ് ഇവിടെ തന്നിരിക്കുന്നത്. We are supposed to find out the perimeter and area of this figure. അപ്പോൾ ഈ ഒരു triangleന്റെ perimeter area കാണണം. So for that, ഇവിടെ 75ഉം ഇവിടെ 60ഉം ആണ്. ഇവിടുന്ന് if I am drawing a perpendicular from the vertex B to AC, perpendicular ആണ് വരയ്ക്കുന്നത്. ഇവിടുന്ന് I am drawing a perpendicular from B to this base AC. So perpendicular വരയ്ക്കുമ്പോൾ ഇവിടെ 90 degree ആയിരിക്കും. So this angle can be written as 30. This is 30. This angle will be 30 and remaining this angle will be 45. അപ്പോൾ ഇവിടെ 45 ഇവിടെ 30 കാരണം ടോട്ടൽ 75 ആണ്. ഒരു ആംഗിൾ 30 ആയി കഴിഞ്ഞാൽ മറ്റേത് 45 ആയിരിക്കും. Definitely this also will be 45. Now this ഈ പോയിന്റിന് D കൊടുക്കാം. അപ്പോൾ ABD, triangle ABD or ADB. ADB is a ADB എന്ത് ട്രയാങ്കിൾ ആണ്? It is a right angle triangle. And what type of right angle triangle? 30, 60, 90 degree right angle triangle. So അതിന്റെ ratio 1:√3:2 എന്നാണ്. And opposite to 90 degree ആണ് hypotenuse. ഇവിടെ 4 ആണ് hypotenuse. പക്ഷെ ഇവിടെ 2 ആ. ഈ 2നെ എങ്ങനെ 4 ആക്കും? You can multiply by 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അവിടെ 4 ആയി കിട്ടും. സോ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഫുൾ റേഷ്യോ, എല്ലാ റേഷ്യോനും കംപ്ലീറ്റ് റേഷ്യോനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 2:2√3:4. So opposite to 30 degree is the base and this is 2, and opposite to 60 degree is 2√3. ഇനിയോ ട്രയാങ്കിൾ BDC എന്ന് പറയുന്നതോ എന്ത് ടൈപ്പ് ഓഫ് ട്രയാങ്കിൾ ആ? It is an isosceles right triangle and the ratio is 1:√3:2. Sorry, ratio of an isosceles right triangle is 1:1:√2. 1:1:√2. നേരത്തെ എഴുതിയത് 1:√3:2 30, 60, 90യുടെ റേഷ്യോ ആണ് കേട്ടോ. സോ 1:1:√2ല് സൈഡ്സ് ഇവിടെ കണ്ടോ 2√3 ആണ് സൈഡ്. അപ്പൊ ഇതൊക്കെയാണ്, ഇത് രണ്ടുമാണ് സൈഡ്, മറ്റേത് ഹൈപ്പോട്ട്ന്യൂസ് ആണ്. സോ ഹൈപ്പോട്ട്ന്യൂസ് നമുക്ക് അറിയില്ല, ഒരു സൈഡ് അറിയാം. അപ്പൊ മറ്റേ സൈഡ് എന്തായിരിക്കും? 2√3 തന്നെയായിരിക്കും, ബിക്കോസ് ഇറ്റ് ഇസ് ആൻ ഐസോസ്ലെസ് ട്രയാങ്കിൾ. So multiply by 2√3 so that you will get it as 2√3:2√3:2√6 because √3 into √2 gives √6. So ഇവിടെയും 2√3, ഇവിടെ 2√6. ഇപ്പൊ എല്ലാ സൈഡ്സും കിട്ടി. ഇനി നമ്മൾ എന്ത് കാണണം? നെക്സ്റ്റ് we have to find out what is the area. Area of triangle ABC. അതിൽ നമുക്ക് AC ബേസ് ആക്കി എടുക്കാം, ബിക്കോസ് ഈ പെർപെൻഡിക്കുലർ ഹൈറ്റ് നമുക്ക് അറിയുന്നതുകൊണ്ട്. സോ AC is the base and BD is the height. So area of triangle ABC equal to half base into height, that is equal to half into base is AC, height is BD. That is half into AC is 2 plus 2√3 and BD is 2√3. ഇവിടുന്ന് ഈ 2 അങ്ങ് ക്യാൻസൽ ചെയ്ത് കളയാം. റിമൈനിങ് 2 plus 2√3 into √3. That's equal to 2√3 plus 2√3 into √3 is 2 into 3 is 6. And what is answer?
2 plus 2 into 1.73 plus 6 and that is equal to ഇത് multiply 2 into 1.73 എന്ന് പറയുമ്പോൾ 3 into 2 is 6, 7 into 2 is 14, 2 plus 1 is 3. 3.46 plus 6 that is equal to 9.46 and the unit is ഇവിടെയൊക്കെ സെന്റിമീറ്ററിൽ തന്നുകൊണ്ട് ഏരിയ സെന്റിമീറ്റർ സ്ക്വയർ. Then next is to find the perimeter. Perimeter എന്ന് പറയുമ്പോൾ എല്ലാ സൈഡ്സും കൂടെ ആഡ് ചെയ്യുന്നതാണ് പെരിമീറ്റർ. Perimeter is equal to AB plus ഓരോ സൈഡ്സും ആഡ് ചെയ്യുക. AB plus BC plus CD plus DA. AB plus BC plus CD plus DA. So how much is AB? AB is 4. How much is BC? 2 root 6. CD 2 root 3 and DA it is 2. That is 4 plus 2 is 6 plus 2 root 6 എന്ന് പറയുന്നത് സിംപ്ലിഫൈ ചെയ്ത് എഴുതണമെങ്കിൽ 2 into root 3 into root 2 എന്ന് എഴുതണം plus 2 root 3. ഈ റൂട്ട് 3യുടെ വാല്യൂയും റൂട്ട് 2ന്റെ വാല്യൂയും അറിയാവുന്നതുകൊണ്ട് that you can substitute 6 plus 2 into 1.73 into 1.41 plus 2 into 1.73. Now substituting the values root 3 ഒക്കെ substitute ചെയ്തു. ഇനി ആഡ് ചെയ്യാം. This 3 we have to multiply. 1.73 into 1.41 into 2. 2 into 1.73 എന്ന് പറയുന്നത് 3.46 into 1.41 plus ഇവിടെയും 3.73. So adding up everything we'll get it as ഇവിടെ ഒരു ഇതുള്ളത് ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1.73 into 2 is ഇവിടെ 6, 14, 3.46 into 1.41 plus ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സെയിം തിങ് അല്ലേ that is 3.46. So that is 6 plus 3.46 is 9.46. പിന്നെ 3.46ഉം 1.41ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. That gives 643 24 16 plus 2 28 sorry 18 12 13 then last 643 6 8 8 plus 8 16 plus 1 17 8 4 6 4s are 24 16 plus 2 18 30. So here 4 decimal places, so 4.8786 4.8786. ഇതിന് 4 decimal place ഒക്കെ റൗണ്ട് ചെയ്യാം കേട്ടോ. So 9.46 plus 4.88 റൗണ്ട് ചെയ്ത് എഴുതിയാൽ മതി. 9.46 add up 8 plus 6 14 3 14. So the answer will be 14.34 centimeter. Now moving on to the next one. Next question of the activity. From the pair of numbers given below, pick out whose product is a natural number or a fraction. So new numbers are given here, that is root 3 and root 12. ഇതിന്റെ പ്രോഡക്റ്റ് നാച്ചുറൽ നമ്പർ ആണോ ഫ്രാക്ഷൻ ആണോ എന്നാണ് ചോദിക്കുന്നത്. സോ ഫൈൻഡിങ് ഔട്ട് ദ പ്രോഡക്റ്റ് root 3 into root 12, that is root 36 and that is equal to 6. Therefore it is a natural number. അങ്ങനെ ഓരോ ക്വസ്റ്റ്യനിലും ആ തന്നിരിക്കുന്ന ഇറാഷണൽ നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് കിട്ടുന്നത് നാച്ചുറൽ നമ്പർ ആണോ ഫ്രാക്ഷൻ ആണോ നോക്കിയാൽ മതി. സോ ഇൻ ദറ്റ് സെക്കൻഡ് വൺ root 3 into root 3 and root of 1.2 is given.
രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ റൂട്ട് 3 ഇൻറ്റു റൂട്ട് ഓഫ് 1.2 മീൻസ് 12 ഇൻറ്റു 3 36 ആണ്. സോ വാട്ട് ഇസ് 3 ഇൻറ്റു 1.2? റൂട്ട് ഓഫ് 3.6. ആൻഡ് ക്യാൻ ബി റൈറ്റ് ഇറ്റ് സ്ക്വയർ റൂട്ട് കാണാൻ പറ്റുമോ റൂട്ട് ഓഫ് 3.6ന്റെ? 36ന്റെ കാണാം, റൂട്ട് ഓഫ് 3.6ന്റെ കാണാൻ പറ്റില്ല. സോ യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 36/10. 36ന്റെ സ്ക്വയർ റൂട്ട് 6 ആണ്, പക്ഷെ 10ന്റെ സ്ക്വയർ റൂട്ട് നമുക്ക് അറിയില്ല. So it is not a natural number. So it is a fraction. Then now next question in that, next is root 5 and root 8. Root 5 ഉം root 8 ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ root 40 ആണ്. root 40ക്ക് കറക്റ്റ് സ്ക്വയർ റൂട്ട് ഇല്ല. സ്ക്വയർ റൂട്ട് കറക്റ്റ് ഇല്ലെങ്കിൽ then it is a fraction. Then next question, root of 0.5 into root 8. Root of 0.5 into 8 എന്ന് പറയുന്നത് 40 ആണ്. അപ്പൊ 0.5 into 8 എന്ന് പറഞ്ഞാൽ root 4 ആണ്. That is equal to 2. It is a natural number. Then next one is root of 7 1/2 into root of 3 1/3. ഇതിനെ proper fraction ആക്കുക. So root of 7 1/2 means 14 plus 1 15/2 into 9 plus 1 11/2. 9 plus 1 10/3. 10/3 ആണ് അവിടെ. It is 10 divided by 3. So 3 here 5 times and 2 here 5 times. So you are getting root of 25. Root of 25 എന്ന് പറയുന്നത് 5 ആണ്. Therefore it is a natural number. So that is about the multiplication of new numbers. So multiply ചെയ്ത് നോക്കുക. കുറെ new numbers എടുത്ത് just multiply ചെയ്ത് നോക്കുക. root 2 root 3 വരികയാണെങ്കിൽ you give the value root 2 as 1.41 and root 3 as 1.73 and simplify. Thank you for watching my video. Those who haven't subscribed, please like, share and subscribe, and also click on the bell icon for more updates and notifications. Bye.